ഇന്നൊരു പുതിയ വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് എല്ലാവർക്കും സന്തോഷജനകമായ തൃപ്തികരമായ തിരുവോണ ആശംസകൾ നേരുന്നു. എല്ലാ മലയാളികൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും. ഓണത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഓണവും മഹാബലിയും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് ഞാൻ പല ചരിത്രരേഖകളിലും പുരാണങ്ങളിലും ഒക്കെ തിരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഓണവുമായിട്ട് മഹാബലിക്ക് വലിയ ബന്ധങ്ങളില്ല എന്നാണ്. അത് കേൾക്കുമ്പോൾ പലർക്കും നെറ്റിച്ചുളിയും സംശയങ്ങളുണ്ടാകും. ഇതെന്തോ ദുരുദ്ദേശ്യപരമായിട്ടുള്ള ഒരു പ്രസ്താവനയല്ലേ എന്നൊക്കെ തോന്നാം. എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി, അസുര ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയുമാണ്. കാരണം ശ്രീമദ് ഭാഗവതം പോലെയുള്ള പുരാണങ്ങളിൽ എവിടെയും കേരളം ഭരിച്ചതായിട്ട് പറയുന്നില്ല. മഹാബലി കേരളം ഭരിച്ചതായിട്ട് പറയുന്നില്ല. അസുര ചക്രവർത്തിയാണ്. ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കേരളത്തിൻ്റെയും ഭരണാധികാരി ആയിട്ടുണ്ടായിരിക്കാം. പക്ഷേ കേരളം ഉണ്ടായത് മഹാബലിക്ക് ശേഷമാണ് എന്ന് മറ്റൊരു ഐതിഹ്യമുണ്ട്. കാരണം പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചത് എന്നുള്ള ആ പുരാണ കഥയും ചേർക്കുന്ന സമയത്ത് മഹാബലിയുടെ കാലത്ത് കേരളം ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു സംശയം അവശേഷിക്കുന്നത് കൊണ്ട് മഹാബലി കേരളവുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. കാരണം മഹാബലി യാഗം ചെയ്തതൊക്കെ തം നർമ്മദായ സ്തട ഉത്തരേ എന്നാണ്. നർമ്മദാ നദിയുടെ ഉത്തരമായ കരയിൽ, വടക്കേ കരയിൽ ഭൃഗുകച്ഛം എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഇന്നത്തെ കച്ച് എന്ന് പറയുന്ന പ്രദേശത്താണ് മഹാബലി യാഗം ചെയ്തത് എന്ന് ഭാഗവതമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഹാബലിക്ക് കേരളവുമായിട്ട് ബന്ധമില്ല എന്ന കാര്യത്തിൽ ഏകദേശം പുരാണങ്ങൾ വെച്ചുകൊണ്ട് തീരുമാനമായിട്ടുണ്ട്. മറ്റൊന്ന്, മഹാബലി ഒരു ദ്രാവിഡനായിരുന്നു. അസുരനായതുകൊണ്ട്, താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണ് വാമനൻ വന്ന് അദ്ദേഹത്തെ ചതിയിൽ ഭൂമി കരസ്ഥമാക്കിയത് എന്നുള്ള ഒരു വാദമുണ്ട്. അത് ആര്യദ്രാവിഡ സംഘർഷം പറഞ്ഞുകൊണ്ട് സനാതന ധർമ്മത്തിൽ, ഹിന്ദു ധർമ്മത്തിൽ, ദേശീയതയിൽ ഒരു വലിയ വിഘടനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു പ്രചാരണമായിരുന്നു ബ്രിട്ടീഷുകാർ മുമ്പ് ചെയ്തതും. പിന്നീട് ബ്രിട്ടീഷുകാരുടെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലെ ചില ഇടതുപക്ഷ ചരിത്രകാരന്മാരും കോൺഗ്രസ് ചരിത്രകാരന്മാരും ഒക്കെ തന്നെ പ്രചരിപ്പിച്ചതുമായിട്ടുള്ള ഒരു കാര്യമാണ് ആര്യദ്രാവിഡ സംഘർഷം എന്ന് പറയുന്നത്. അതൊക്കെ തെറ്റാണെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അത് വെച്ച് നോക്കിയാലും മഹാബലി ദ്രാവിഡനാണെന്ന് എങ്ങനെ പറയും? കാരണം മഹാബലി വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അശ്വമേധയാഗം, 100 അശ്വമേധയാഗങ്ങൾ ചെയ്താൽ ഇന്ദ്രനാകാം എന്നുള്ള ഇന്ദ്രപദവിക്ക് യോഗ്യത കിട്ടുമെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം 100 അശ്വമേധയാഗങ്ങൾ പൂർത്തിയാക്കുന്നതും. അല്ലെങ്കിൽ 100ാമത്തെ അശ്വമേധയാഗത്തിലാണ് അവിടെ വാമനൻ വന്നു ചേരുന്നത്. അപ്പോൾ അശ്വമേധയാഗം എന്ന് പറയുന്നത് വൈദികമായ ശ്രൗതമായിട്ടുള്ള യാഗമാണ്. ആ യാഗം ചെയ്തു കൊടുത്തത് ബ്രാഹ്മണരാണ്. അതിൽ പ്രധാന ആചാര്യൻ ആരായിരുന്ന ശുക്രാചാര്യനാണ്. ശുക്രാചാര്യൻ ഭൃഗുവംശത്തിൽ ജനിച്ച ഒരു വൈദികനായിട്ടുള്ള ബ്രാഹ്മണനാണ്, പുരോഹിതനാണ്. ആ ശുക്രാചാര്യരോടൊപ്പം മറ്റ് വൈദികന്മാരായിട്ടുള്ള ഭൃഗുവംശികളായിട്ടുള്ള ബ്രാഹ്മണരും ചേർന്നാണ് യാഗം ചെയ്തു കൊടുത്തത്. അപ്പോൾ അവിടെ ആര്യദ്രാവിഡ സംഘർഷമില്ല. ബ്രാഹ്മണരുമായിട്ട് മഹാബലിക്ക് നല്ല ബന്ധമായിരുന്നു. ബ്രാഹ്മണനായതുകൊണ്ടാണ് അദ്ദേഹം വാമനമൂർത്തിയുടെ കാലുകൾ കഴുകിച്ച് അദ്ദേഹത്തിന് ഭൂമി ദാനം ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ അദ്ദേഹം ബ്രാഹ്മണ വിരോധിയല്ല, അദ്ദേഹം ദ്രാവിഡനുമല്ല, അദ്ദേഹം വേദവിരുദ്ധനുമല്ല. ആര്യന്മാർ എഴുതിയതായിട്ട് രചിച്ചതായിട്ട് പറയപ്പെടുന്ന വേദത്തെ പൂർണ്ണമായും സ്വീകരിച്ച് സ്വാംശീകരിച്ച് ആ വേദത്തിലെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച, ഇനി ആര്യന്മാരാണ് വേദം രചിച്ചതെങ്കിൽ പോലും മഹാബലിയും ആര്യനാണ് എന്ന് പറയേണ്ടി വരും. കാരണം മഹാബലിയുടെ അച്ഛനാരാണ്? വിരോചനൻ്റെ അച്ഛൻ പ്രഹ്ലാദൻ്റെ അച്ഛനാരാണ്? ഹിരണ്യകശിപുവിൻ്റെ അച്ഛൻ കശ്യപ മഹർഷിയാണ്. അപ്പോൾ ആ മഹർഷി കുലത്തിൽ, ബ്രാഹ്മണൻ്റെ കുലത്തിലാണ് മഹാബലിയും ജനിച്ചത്. അപ്പോൾ അസുരന്മാരും ദേവന്മാരും ഒരേ കശ്യപ മഹർഷിയുടെ സന്തതികളാണ്. അതുകൊണ്ടാണ് അവരെ സപത്നന്മാർ എന്ന് പറയുന്നത്. ഒരു അച്ഛൻ്റെ 2 അമ്മമാരിൽ ജനിച്ച ഒരേ അച്ഛൻ്റെ മക്കളെയാണ് സപത്നന്മാർ. ആ സപത്നന്മാരായിട്ടുള്ള ദേവാസുരന്മാർ പരസ്പരം ശത്രുക്കളായിട്ട് വസിച്ചത് കൊണ്ടാണ് സപത്നൻ എന്ന വാക്കിന് സംസ്കൃതത്തിൽ ശത്രു എന്ന അർത്ഥം കൂടി വന്നിരിക്കുന്നത്. അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇവർ ഒരേ വംശത്തിൽ ജനിച്ച ആളുകളാണ് അസുരന്മാരും ദേവന്മാരും. ശത്രുക്കളായി എന്ന് മാത്രമേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് ആര്യനും ദ്രാവിഡനുമാക്കി 2 വർഗ്ഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഭാരതത്തെ
നെടുകെ പിളർക്കാം എന്നുള്ള ഒരു ദുർബുദ്ധിയായിരുന്നു ബ്രിട്ടീഷുകാർ പ്രയോഗിച്ചത്. അതുതന്നെയാണ് ഇന്ന് ഇടതുപക്ഷക്കാരും മറ്റ് ദേശവിരുദ്ധരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൻ്റെ ഒരു മറുപുറം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ഈ മഹാബലി തിരുവോണക്കാലത്താണ് യാഗം ചെയ്തിരുന്നത് എന്ന് പറയുന്നതും വേദവിരുദ്ധമാണ്. കാരണം ഈ ചിങ്ങമാസത്തിൽ ആരും തന്നെ യാഗം ചെയ്യാറില്ല. ദക്ഷിണായന കാലത്ത് യാഗം ചെയ്യുകയില്ല. പ്രത്യേകിച്ച് ആചാര്യന്മാരൊക്കെ തന്നെ ഈ സമയത്ത് ശ്രാവണം, ഭാദ്രം, ആഷാഢത്തിലെ ശുക്ല ദ്വാദശി തൊട്ട് 4 മാസം ആചാര്യന്മാരൊക്കെ തന്നെ ചാതുർമാസ ദീക്ഷയിലായിരിക്കും. ആ സമയത്ത് അവർ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുകയില്ല. വ്രതദീക്ഷയെടുത്ത് സ്വന്തം ഗൃഹത്തിൽ തപസ്സും ധ്യാനവുമായിട്ട് കഴിയുകയാണ് ചെയ്യുക. 4 മാസക്കാലം മഴക്കാലമാണ്. ആ സമയത്ത് വൈദിക കർമ്മങ്ങൾ, ഇത്തരം കർമ്മങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നീട് കാർത്തിക മാസം വരുമ്പോഴാണ് വീണ്ടും അവർ കർമ്മങ്ങളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഉത്തരായണം വരുമ്പോഴാണ് യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ഈ വാമനൻ ജനിച്ചതായ ദിവസം ഏതാണ്? ചിങ്ങമാസത്തിലെ തിരുവോണമാണ്. ജനിച്ച ദിവസം ആരെങ്കിലും ഉപനയനം ചെയ്യുമോ? ചെയ്യില്ല. മുഹൂർത്ത നിയമപ്രകാരം അതാത് നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾ ആ ദിവസം മുഹൂർത്തമായിട്ട് എടുക്കാറില്ല. അതുമാത്രമല്ല, ഈ ദക്ഷിണായന കാലത്തും കർക്കിടകം തുടങ്ങിയാൽ പിന്നെ ഉപനയന കർമ്മം ചെയ്യുകയില്ല. പിന്നെ മകരം വന്നാലേ ഉപനയനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാ കാലത്തും ഇത് നിയമമായിരുന്നു. ഉത്തരായണത്തിൽ മാത്രമേ ഈ ഉപനയനം ചെയ്യാറുള്ളൂ. അപ്പോൾ വാമനൻ ചിങ്ങമാസത്തിലെ അല്ലെങ്കിൽ ശ്രാവണ മാസത്തിലെ ദ്വാദശി തിഥിയിൽ തിരുവോണ നക്ഷത്രത്തിൽ ജനിക്കുകയും ജനിച്ച ഉടനെ ആ കുഞ്ഞിന് കശ്യപ മഹർഷി മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്തു എന്ന് ഭാഗവതം പറയുന്നുണ്ട്. സംസ്കാരങ്ങൾ ചെയ്തു. ജാതകർമ്മം ചെയ്യണം, അതുപോലെ നാമകരണം ചെയ്യണം, പിന്നെ നിഷ്ക്രാമണം, അതായത് പുറത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ ആദ്യമായിട്ട് പുറം വെളിച്ചം കാണിക്കുക, നിഷ്ക്രാമണം. പിന്നീട് അന്നപ്രാശനം, ചോറ് ഊണ് കഴിക്കണം. പിന്നീട് ചൂടാകർമ്മം, മുടി മുറിക്കുന്ന ആ ചടങ്ങാണ് ചൂടാകർമ്മം. ഇതൊക്കെ ചെയ്ത് ഏകദേശം 7 വയസ്സിലാണ് ഉപനയനം ചെയ്യുക. അപ്പം അത്രയും വളർന്ന ശേഷമാണ് അദ്ദേഹം ഉപനയനം ചെയ്ത ശേഷം ഭിക്ഷാടനം എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് മഹാബലിയുടെ യാഗശാലയിൽ ചെല്ലുന്നത്. അപ്പോൾ ജനിച്ച ദിവസമല്ല ഈ മഹാബലിയുടെ യാഗഭൂമിയിൽ അദ്ദേഹം ചെല്ലുന്നത്. അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഉപനയനം ചെയ്ത് ബ്രഹ്മചാരി ഭിക്ഷ എടുത്ത് ജീവിക്കണമെന്ന നിയമം അനുസരിച്ച് കൊണ്ടാണ് അദ്ദേഹം ചെല്ലുന്നത്. അങ്ങനെയാണ് ആ അശ്വമേധ യാഗം ചെയ്യുന്ന 100ാമത്തെ യാഗം ചെയ്യുന്ന മഹാബലിയുടെ അടുത്ത് വാമനൻ എത്തിച്ചേരുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. നമ്മുടെ വൈദികവും അത് ജ്യോതിഷപരമായിട്ടും മറ്റെല്ലാ തരത്തിലുള്ള സ്മൃതി വാക്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു കാരണവശാലും ഈ തിരുവോണ ദിവസം തന്നെ, ചിങ്ങമാസത്തെ തിരുവോണ ദിവസം തന്നെയാണ് മഹാബലിയുടെ അടുത്ത് വാമനൻ ചെന്നത് എന്ന് വിശ്വസിക്കാൻ യാതൊരു തെളിവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നെ ഈ ചിങ്ങമാസത്തിലെ തിരുവോണം എങ്ങനെ വന്നു? മഹാബലിയെ സ്മരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ഉത്തര ഭാഗത്ത്, നമ്മുടെ കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, ഈ ഭാഗത്തൊക്കെ തന്നെ തുലാമാസത്തിൽ മഹാബലി വരുന്ന ഒരു ചടങ്ങുണ്ട്. അത് തുലാം 10, അതായത് സൂര്യൻ ഏറ്റവും നീചത്തിൽ നിൽക്കുന്നതായ വിഷുവം വന്നു ചേരുന്ന, മേടത്തിലെ വിഷുവം പോലെ മറ്റൊരു വിഷുവകാലമാണ് തുലാമാസത്തിൻ്റെ ആദ്യ ഭാഗം. അപ്പോൾ ആ തുലാമാസം 10-ാം തീയതി വടക്കേ മലബാറിൽ ബലീന്ദ്രനെ വരവേൽക്കുന്ന ചടങ്ങുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ അതിനെ ബലീന്ദ്രൻ, വല്യേന്ദ്രൻ, പൊലിയന്ത്രൻ എന്നൊക്കെ പേരുകൾ മാറ്റി പറയാറുണ്ട്. ആ മഹാബലി ചക്രവർത്തിയെ വരുന്ന സമയത്ത് ആളുകൾ അടയൊക്കെ ഉണ്ടാക്കും. മത്തങ്ങ മുറിച്ച് അത് ചേർത്ത് കൊണ്ടുള്ള ഒരു മാവ് തയ്യാറാക്കിയിട്ട്, സാധാരണ ഈ ഇലയിലൊക്കെ ചുരുട്ടി അടയുണ്ടാക്കുന്നത് പോലെ അതിൽ മത്തങ്ങയാണ് കാര്യമായിട്ട് മുറിച്ചെടുക്കുക. അതൊക്കെ ചേർത്ത് കൊണ്ടുവരുന്ന മത്തനപ്പം എന്ന് ഞങ്ങൾ പറയും. അത് ചേർത്ത് ഈ ബലീന്ദ്രന് നിവേദ്യം ചെയ്യുന്ന സമ്പ്രദായം ഐശ്വര്യമാണ് അതുകൊണ്ടുണ്ടാവുക എന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് ഈ കൊയ്ത്ത് കാലമാണ്, കാർഷികമായിട്ടും അതിൻ്റെ പ്രാധാന്യമുണ്ട്. അപ്പോൾ മഹാബലി വരുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണത്തിലാണ് എന്നുള്ളത് പിന്നീട് ഉണ്ടാക്കിയെടുത്ത ഒരു തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെയുള്ള ചവിട്ടി താഴ്ത്തി എന്നൊന്നും ഒരു പുരാണത്തിലും പറഞ്ഞിട്ടില്ല. മഹാബലിയെ ഈ വാമനൻ കീഴടക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹം ശരിയായ മാർഗത്തിലൂടെ അല്ല ഇന്ദ്രൻ്റെ ആ സിംഹാസനം കൈയടക്കിയത്. 100 അശ്വമേധയാഗം പൂർത്തിയാക്കിയ ആളിന് മാത്രമേ സ്വർഗ്ഗലോകത്തിൻ്റെ അധീശനാകാൻ സാധിക്കുകയുള്ളൂ. മഹാബലി പക്ഷേ ആ പരീക്ഷ പാസ്സാകാതെ പിൻവാതിലിലൂടെ നിയമനം, അല്ലെങ്കിൽ അക്രമത്തിലൂടെ നിയമനം നേടിയെടുത്ത ആളാണ്. അദ്ദേഹം ഇന്ദ്രപദവി നേടിയെടുത്ത് ഇന്ദ്രാദി ദേവന്മാരെ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയ ശേഷം മത്സര പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട്, ചില ആളുകൾക്ക് PSC പരീക്ഷ എഴുതാതെ പിൻവാതിലൂടെ നിയമനം നേടുന്നത് പോലെ ആണ് മഹാബലി ഇന്ദ്രനായിട്ട് തീർന്നത്.
അത് അധാർമികമാണ്, അന്നത്തെ പ്രപഞ്ച നിയമത്തിന് വിരുദ്ധമായതുകൊണ്ട് ഇന്ദ്രൻ്റെ പ്രാർത്ഥന അനുസരിച്ച് വാമനൻ ഇന്ദ്രൻ്റെ സഹോദരനായിട്ട് ജനിക്കുകയും മഹാവിഷ്ണു ജനിക്കുകയും അദ്ദേഹം ഈ ഒരു ഭിക്ഷുവായിട്ട് വന്ന് ബ്രഹ്മചാരിയായിട്ട് വന്ന് 3 അടി മണ്ണ് യാചിച്ച് ആ അസുരൻ്റെ അഹങ്കാരത്തെ പരീക്ഷിക്കുകയും തന്നോട് 3 അടി മണ്ണ് യാചിച്ച ആ ബ്രാഹ്മണകുമാരനെ ബാലനെ അദ്ദേഹം കളിയാക്കി ചിരിച്ചുകൊണ്ട് ഞാൻ 3 ലോകത്തിനും അധീശനായ എന്നോട് 3 അടി മണ്ണ് എന്താണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് കൂടുതൽ ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള താൻ നേടിയെടുത്ത വിക്രമം കൊണ്ട് പരാക്രമം കൊണ്ടും ചതി കൊണ്ടും നേടിയെടുത്ത നിയമവിരുദ്ധമായി നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ ഐശ്വര്യത്തെ കവർന്നെടുക്കുകയായിരുന്നു വാമനമൂർത്തിയുടെ ലക്ഷ്യം. അതിന് യുദ്ധം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. കാരണം ഈ മഹാബലിയുടെ ഐശ്വര്യമൊക്കെ തന്നെ തൻ്റെ തന്നെ ഭക്തന്മാരായ ഭൃഗുവംശികളായ ബ്രാഹ്മണരെ ഉണ്ടാക്കി കൊടുത്തതാണ്. അവരുടെ തപശക്തി ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല, അവരെ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല. തൻ്റെ തന്നെ പരോക്ഷനായ ആരാധകനാണ് മഹാബലി. പക്ഷേ അദ്ദേഹത്തിന് അഹങ്കാരമുണ്ട്. ആ അഹങ്കാരം ശമിപ്പിക്കണം. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് സുതലത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ് വാമനൻ സ്വീകരിച്ച തന്ത്രം. അപ്പോൾ യുദ്ധം എല്ലാ കാലത്തും പ്രയോഗിക്കേണ്ടതല്ല. ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും കഴിയുന്നതും യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് ഉപായത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് മഹാവിഷ്ണുവിൻ്റെ തന്ത്രം, വാമനതന്ത്രം, വിഷ്ണുവിൻ്റെ തന്ത്രം, ശ്രീകൃഷ്ണൻ്റെയും തന്ത്രം അതാണ്. യുദ്ധം പരമാവധി ഒഴിവാക്കുക, ശത്രുവിനെ ദുഷ്ടന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപായങ്ങളെ സ്വീകരിക്കുക, പറ്റുമെങ്കിൽ കൊല്ലാതിരിക്കുക. ഇതൊക്കെയാണ് മഹാവിഷ്ണുവിൻ്റെ തന്ത്രമായിട്ട് നമുക്ക് പുരാണങ്ങളിൽ കാണാൻ സാധിക്കുക. അതവിടെ കിടക്കട്ടെ. ഇനി ഈ ഓണക്കാലത്ത് എങ്ങനെയാണ് ഈ ഓണം എന്ന ആചരണം വന്നത്? മഹാബലിയുമായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ മഹാബലിയുടെ വരവേൽപ്പ് എന്നൊക്കെ പറയാൻ കാരണമാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ ചില സാഹിത്യകാരന്മാരും കുറേ അധ്യാപകരും കുറേ ബുദ്ധിജീവികളെന്ന് പറയുന്നവരും എങ്ങനെയാണ് ഇത് മഹാബലിയെ ഓർക്കുന്ന ഉത്സവമാക്കി മാറ്റിയെടുത്തത്? അതിന് പിന്നെ വലിയ ഗൂഢാലോചനയൊക്കെ ഉണ്ട്, വലിയ പ്രവർത്തനമുണ്ട്, പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഓണം എന്ന് പരിശോധിക്കുമ്പോൾ 1945 നമ്മൾ ആലോചിച്ച് നോക്കണം. ഏകദേശം 80 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് 1945 പുറത്തിറങ്ങിയ ഒരു പുസ്തകം, കറൻറ്റ് ബുക്സ് പുറത്തിറക്കിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ രചയിതാവ് KVM എന്ന് പറയുന്ന ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എനിക്കും അറിയില്ല, പുസ്തകത്തിലും കാണുന്നില്ല. KVM എന്ന് പറയുന്ന കവി എഴുതിയ വൃന്ദാവനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരത്തിൽ ഓണമഹോത്സവം എന്ന പേരിലൊരു കവിതയുണ്ട്. ആ കവിതയിൽ ഓണത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, ഓണത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന പാതാളത്തിലുള്ള അല്ലെങ്കിൽ അസുര രാജാവായ മഹാബലിയുടെ കാര്യമൊന്നും അവിടെ പറയുന്നില്ല. മറ്റൊരു മഹാബലിയുടെ കാര്യം പറയുന്നുണ്ട്. അത് തൃക്കാക്കരയിൽ രാജ്യം ഭരിച്ചിരുന്ന മഹാബലി മഹാദേവൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കഥയാണ് ഓണവുമായിട്ട് ചേർത്ത് പറയുന്നത്. നോക്കൂ, ആ മഹാബലിയാണ് തൃക്കാക്കരയിൽ ഭരിച്ചിരുന്ന മഹാബലി. തൃക്കാക്കരയിലുള്ള പുരാതനമായ വാമന ക്ഷേത്രത്തിൽ ആരാധകനായിരുന്ന, വാമനമൂർത്തിയുടെ ഉപാസകനായിരുന്ന ആ രാജാവിന് അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ ഒരുപക്ഷെ ആ ഭക്തനായതുകൊണ്ട് മഹാബലി എന്ന പേരിട്ട് കാണും. ആ മഹാബലി എന്ന് പറയുന്ന മഹാബലി മഹാദേവൻ എന്ന് പറയുന്ന ആ രാജാവ് ചെയ്ത ഒരു കാര്യത്തെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഓണം കേരളത്തിലെ ഓണം ആഘോഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ആ കവിത ഇവിടെ വായിക്കാം. ഉലകൂടെ പെരുമാളം മഹാബലി മഹാദേവൻ ഉലകിട മടക്കി വാണിരുന്ന കാലം മലയാള മഹീതു മലർമകൾ വിളയാടും നിലയമായ വീകലം വിലസി പോലും. എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. കേരളം അടക്കി വാണിരുന്ന തൃക്കാക്കര കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന മഹാബലി മഹാദേവൻ അദ്ദേഹത്തിൻ്റെ ഭരണനേട്ടം കൊണ്ട് ഈ കേരള ഭൂമി ഐശ്വര്യ ദേവതയുടെ വിളയാട്ടം ഉള്ള സ്ഥലമായിട്ട് മാറി, ഐശ്വര്യ സമൃദ്ധമായി മാറി. ഇളയൊരോ 100 മേനി വിളഞ്ഞതോ ധനങ്ങൾക്കു വിളനിലമായി വെറും മരുഭൂമിയും അളവറ്റ ധനധാന്യ വിഭവത്താൽ അഖിലരും അളകേശ പദവിയിൽ വിളങ്ങി പോലും. അളവറ്റ ധനധാന്യ സമൃദ്ധി കൊണ്ട് ഈ കേരളഭൂമി കുബേരൻ്റെ ഭൂമി പോലെ അളകാപിരി പോലെ സമൃദ്ധമായി തീർന്നു. ചതുർവർണ്ണങ്ങളും നിജ ഗുണകർമ്മ വിശുദ്ധിയാൽ ചതുരമായി പരസ്പരമിണങ്ങുകയാൽ ചതുർവർഗങ്ങളും സർവജനങ്ങൾക്കും സുലഭമായി അതൂലമായി മഹാദേവ ഭരണക്രമം.
ചാതുർവർണ്ണന്മാർക്കും എല്ലാം തന്നെ ചതുർവർഗ്ഗങ്ങളും ധർമാർത്ഥ കാമമോക്ഷങ്ങൾ കിട്ടുന്ന ഒരു ഭരണക്രമമായിരുന്നു മഹാബലി മഹാദേവൻ്റേത്. അക്കാലമാരാജസിംഹം സിംഹമാകും മാസത്തിങ്കൽ, ശ്രദ്ധിക്കണം, അക്കാലമാരാജസിംഹം സിംഹമാകും മാസത്തിങ്കൽ, ചിങ്ങമാസം സിംഹമാസം എന്ന് വെച്ചാൽ തൃക്കാക്കര ക്ഷേത്രം തന്നിൽ ശ്രാവണോത്സവം സൽക്കാരപൂർവകം ഘോഷിച്ചിരുന്നതിൻ സ്മരണാർത്ഥം പിൽക്കാലത്തും മലനാട്ടർ കൊണ്ടാടി ഓണം. സൽക്കാരപൂർവകം ഘോഷിച്ചിരുന്നതിൻ സ്മരണാർത്ഥം പിൽക്കാലത്തും മലനാട്ടാർ കൊണ്ടാടി ഓണം എന്ന് പറയുന്നു. ആ തൃക്കാക്കര രാജാവ് ചിങ്ങമാസത്തിൽ ആ തൃക്കാക്കര അമ്പലത്തിൽ നടക്കുന്ന തിരുവോണോത്സവം, ഭഗവാന്റെ തിരുനാപ്പുറന്നാൾ, ഭഗവാന്റെ പ്രതിഷ്ഠാദിനം അല്ലെങ്കിൽ ഭഗവാന്റെ ജന്മദിനമായ ആ തിരുവോണമെന്ന വൈഷ്ണവമായിട്ടുള്ള ആ ദിവസത്തിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് സൽക്കാരപൂർവമായിട്ട് ഈ രാജാവ് ഈ ക്ഷേത്രത്തിൽ ചെന്ന് ആരാധന ചെയ്തതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് പിന്നീട് മലയാളികൾ, മലനാട്ടുകാർ ഓണം കൊണ്ടാടിയത്. എങ്ങനെയാണ് കൊണ്ടാടിയത്? പെരുതാകും മഹോത്സവം അതിൽ തൃക്കാക്കര ചെന്ന പുരോഹിത സമാനനാം പെരുമാൾ തന്നെ പുരുമുത സേവ ചെയ്യുവാൻ അത്തന്നാളിൽ ചമഞ്ഞിട്ടു തെരുതെരെ അരജന്മാർ പുറപ്പെട്ടാർ പോൽ. ആ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ആ വാമനമൂർത്തിയെ തൊഴാൻ വേണ്ടിയിട്ട് അത്തന്നാളിൽ ചമഞ്ഞിട്ട് മറ്റ് രാജാക്കന്മാരുടെ കൂടെ എല്ലാവരും ചേർന്ന് വലിയ ഘോഷമായിട്ട് അങ്ങോട്ട് ചെന്നു. അതാണ് അത്തച്ചമയം. ഈ തൃക്കാക്കരയിലെ രാജാവ് ചമഞ്ഞൊരുങ്ങിയിട്ട് ഈ വാമന ക്ഷേത്രത്തിലേക്ക് പോയി. അങ്ങനെയാണ് അത്തച്ചമം എന്ന ചടങ്ങ് വന്നു ചേർന്നത്. മറ്റു അദ്ദേഹത്തിന് സാമന്തന്മാരായിട്ടുള്ള മറ്റു രാജാക്കന്മാരും അവിടെ വന്നു ചേർന്നു. എങ്ങനെയാണ് പോയത്? സാധാരണ രീതിയിലുള്ള വലിയ ഓണഘോഷയാത്രയായിട്ടാണ് പോയത്. ഗജതുരഗാദികളാം ചതുരംഗപ്പടകളും നിജ നിജ പരിവാര പരിവാഹവും ഭുജബല പരാക്രമ പ്രകടന രസികരാം അജയ്യരായിരിപ്പൊരു ഭടവീരരും കുടതട ചാമരങ്ങൾ കുഴൽ കൊമ്പു തിമിലയും പടഹവും പലതരം മറ്റു വാദ്യവും ഇടതടാവേതും കൂടാതെ അടിയോടെ മഹീതലം കടപുഴങ്ങുമാർ അത്രേ യാത്രതൻ ഘോഷം. അത്ര ഗംഭീരമായിട്ട് ചതുരംഗപ്പടയായിട്ടും പഞ്ചവാദ്യങ്ങളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ആ മഹാബലി മഹാദേവൻ്റെ ഈ ഒരു പ്രസിദ്ധമായ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് പിന്നീട് എല്ലാ വർഷവും മറ്റ് രാജാക്കന്മാരും ഇങ്ങനെ ഈ യാത്ര തുടങ്ങി. നാടുവാടും നൃപാരേവ മൂഢാരംഭം പുറപ്പെട്ടാർ നാട്ടുകാരും നിജ നിജ ഗ്രഹങ്ങൾ തോറും വാട്ടമെന്നെ വട്ടം കൂട്ടി തൃക്കാക്കര അപ്പനെയും മാട്ടിനെയും പൂജിച്ചോണമാഘോഷിച്ചാർ പോൽ. അതിൻ്റെ ഓർമ്മയ്ക്ക് പിന്നെ നാട്ടുകാരൊക്കെ തൃക്കാക്കര ദേവനെയും തൊഴുത് അവനവൻ്റെ ഗ്രഹങ്ങളിൽ എന്ത് ചെയ്തു? തൃക്കാക്കരപ്പനെ പൂജ ചെയ്ത് പൂക്കളമുണ്ടാക്കിയ പൂക്കളത്തിന് മധ്യത്തിൽ മണ്ണ് കൊണ്ട് തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് ആ തൃക്കാക്കരപ്പനെ പൂജ ചെയ്യുന്ന ഉത്സവമാണ്. ആ മാട്ടിനെയും പൂജിച്ച് എന്നാണ്. മാട്ടിനെ പൂജിക്കുക എന്ന് വെച്ചാൽ ഗോപൂജയും ചെയ്യാറുണ്ട്. ഇപ്പോൾ എവിടെ ഗോപൂജ? ഇപ്പോൾ മലയാളി ഗോവിനെ കൊന്നു തിന്നുന്ന ഉത്സവമാക്കി അതിനെ മാറ്റിയിരിക്കുന്നു. മദ്യപാനത്തിന് ഉത്സവമാക്കി മാറ്റിയിരിക്കുന്നു. തൃക്കാക്കരപ്പനെ വാമനമൂർത്തി ആരാധിക്കാനുള്ള ഒരു അദ്ദേഹത്തിൻ്റെ തിരുനാൾ പുറന്നാളായിരിക്കുന്ന ജന്മദിനമായിട്ടുള്ള ഓണത്തെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. മഹാബലി മഹാത്മാവായിരുന്നു. ഭഗവാന് സർവസ്വം സമർപ്പിച്ച ഭക്തനായിരുന്നു. പുരാണപ്രസിദ്ധനാണ്. മഹാഭാരതം പോലെയുള്ള ഇതിഹാസങ്ങളിലും ഭാഗവതത്തിലും മറ്റും ഇന്ദ്രനേക്കാൾ കേമനായിട്ട്, ഇന്ദ്രനേക്കാൾ മഹാത്മാവായിട്ട്, ഇന്ദ്രനേക്കാൾ ത്യാഗിയായിട്ട്, സർവസമർപ്പണത്തിൻ്റെ പ്രതീകമായിട്ട്, ഭക്തനായിട്ട്, ഭാഗവതോത്തമനായിട്ട് പ്രകീർത്തിക്കപ്പെട്ട മഹാബലിയോട് എല്ലാ ഭക്തന്മാർക്കും, എല്ലാ വിശ്വാസികൾക്കും ആദരവുണ്ട്, ഭക്തിയുണ്ട്. അദ്ദേഹം നമ്മുടെ വീരപുരുഷനാണ്, ചരിത്രപുരുഷനാണ്, പുണ്യപുരുഷനാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ തിരുവോണത്തിന് മഹാബലിയുമായിട്ട് ബന്ധമില്ല. മറിച്ച് വാമനൻ്റെ പിറന്നാളാണ്, ജന്മദിനമാണ്, വാമന ജയന്തിയാണ്. തൃക്കാക്കരയപ്പന് പ്രാധാന്യമുള്ളതാണ്. തൃക്കാക്കരയപ്പനെയാണ് അതിൽ പൂജിക്കുന്നത്. അതുപോലെ ഗോപൂജ പോലെയുള്ള പൂജകളും അന്ന് ചെയ്യേണ്ടതാണ്. ആഘോഷങ്ങൾ വേണം. ഇതാണ് ഓണത്തിൻ്റെ ചരിത്രം, ഓണത്തിൻ്റെ ഐതിഹ്യം. ഇത് നമ്മൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം. ഓണത്തിൻ്റെ യഥാർത്ഥമായ ഐതിഹ്യത്തെ, യഥാർത്ഥമായ ചരിത്രത്തെയും നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ മുന്നിൽ ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം, നന്ദി.